ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിൽ വരുന്ന സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന റിമൈനിങ് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസൈൻ ഓഫ് അക്യുമുലേറ്റർ. എങ്ങനെയാണ് നമ്മളൊരു അക്യുമുലേറ്റർ ഡിസൈൻ ചെയ്യുന്നത്. സോ എന്താണ് അക്യുമുലേറ്റർ? അക്യുമുലേറ്ററിനെ കുറിച്ച് നമ്മൾ ഒരുപാട് തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അക്യുമുലേറ്റർ ഈസ് ആക്ച്വലി എ കൈൻഡ് ഓഫ് പ്രോസസ്സർ രജിസ്റ്റർ. ഒരു പ്രോസസ്സർ രജിസ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ അക്യുമുലേറ്റർ. ആൻ അക്യുമുലേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് സ്റ്റോർ എനർജി ഓർ ഡാറ്റ ഓർ എ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ദാറ്റ് സ്റ്റോർ ആൻഡ് പ്രോസസ്സസ് ഡാറ്റ. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഡാറ്റയെ സ്റ്റോർ ചെയ്യും, അതുപോലെ തന്നെ ആ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യും. ഇതിനാണ് നമ്മൾ അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അക്യുമുലേറ്ററിൻ്റെ ഡിസൈൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വരയ്ക്കേണ്ടത് ഈ ഒരു ഫിഗറാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ ഫിഗർ നമുക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാവുന്നത് നമുക്കിവിടെ ഒരു അക്യുമുലേറ്റർ രജിസ്റ്റർ വരുന്നുണ്ട് അല്ലേ. ഈ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് വ്യത്യസ്ത തരം ഇൻപുട്ടുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു മേജറായിട്ടുള്ള ബ്ലോക്കാണ് ആഡർ ആൻഡ് ലോജിക് സർക്യൂട്ട്. ഇവിടെ ആഡറായിട്ടും ലോജിക് സർക്യൂട്ടായിട്ടും ഇത് ആക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു കൺട്രോൾ ഗേറ്റും വരുന്നുണ്ട്, കണ്ടോ? യെസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബ്രീഫായിട്ട് നമുക്കൊന്ന് പഠിക്കാം. ആദ്യം നമുക്ക് ഈ ആഡർ ആൻഡ് ലോജിക് സർക്യൂട്ടിനെ കുറിച്ചാണ് പറയാനുള്ളത്. ആഡർ ആൻഡ് ലോജിക് സർക്യൂട്ട്സിന് എത്ര ഇൻപുട്ടുകൾ വരുന്നുണ്ട്? 3 ഇൻപുട്ടുകൾ വരുന്നുണ്ട്. ആ 3 ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? സോ ദ ആഡർ ആൻഡ് ലോജിക് സർക്യൂട്ട് ഹാസ് 3 സെറ്റ്സ് ഓഫ് ഇൻപുട്ട്സ്. 1 സെറ്റ് ഓഫ് 16 ഇൻപുട്ട്സ് കംസ് ഫ്രം ദി ഔട്ട്പുട്ട് ഓഫ് അക്യുമുലേറ്റർ രജിസ്റ്റർ. അപ്പോൾ അക്യുമുലേറ്റർ രജിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് ആക്ച്വലി എന്ത് വരുന്നത്? ഇതിൻ്റെ ഒരു ഇൻപുട്ട് വരുന്നത്, കണ്ടോ? യെസ് അല്ലേ. സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് അനദർ സെറ്റ് ഓഫ് 16 ഇൻപുട്ട് കംസ് ഫ്രം ദി DR. എന്താണ് DR എന്ന് പറഞ്ഞാൽ? ഡാറ്റ രജിസ്റ്റർ. അപ്പോൾ ഡാറ്റ രജിസ്റ്ററിൽ നിന്നാണ് അടുത്ത 16 ഇൻപുട്ട്സ് വരുന്നത് അല്ലേ. പിന്നെയോ എ തേർഡ് ഓഫ് 8 ഇൻപുട്ട്സ് കംസ് ഫ്രം ദി ഇൻപുട്ട് രജിസ്റ്റർ INPR. എന്താണ് INPR? ഇൻപുട്ട് രജിസ്റ്റർ. ഇൻപുട്ട് രജിസ്റ്ററിൽ നിന്നാണ് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇൻപുട്ടുകൾ വരുന്നത്. അങ്ങനെ 3 ഇൻപുട്ടുകളാണ് ഒരു ആഡർ ആൻഡ് ലോജിക് സർക്യൂട്ട് ഉണ്ടാവുക. ഒന്ന് അക്യുമുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് 16 ഇൻപുട്ട്സും ഡാറ്റ രജിസ്റ്റർ എന്നുള്ള 16 ഇൻപുട്ട്സും ഇൻപുട്ട് രജിസ്റ്റർ എന്നുള്ള 8 ഇൻപുട്ട്സും അല്ലേ. സോ ദ ഔട്ട്പുട്ട് ഓഫ് ദി ആഡർ ആൻഡ് ലോജിക് സർക്യൂട്ട് പ്രൊവൈഡ് ദി ഡാറ്റ ഇൻപുട്ട് ഫോർ ദി രജിസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടാണ് അക്യുമുലേറ്റർ രജിസ്റ്ററിൻ്റെ ഡാറ്റ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ ഫിഗറിൽ നിന്ന് അല്ലേ. യെസ്. ഇനി നമുക്ക് കൺട്രോൾ ഗേറ്റ്സുകളെ കുറിച്ച് പറയാനുണ്ട്. കൺട്രോൾ ഗേറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇൻ അഡീഷൻ ഇറ്റ് ഈസ് നെസസറി ടു ഇൻക്ലൂഡ് ലോജിക് ഗേറ്റ്സ് ഫോർ കൺട്രോളിങ് ദി ലോഡ്, ഇൻക്രിമെൻറ്റ് ആൻഡ് ക്ലിയർ ഇൻ ദി രജിസ്റ്റർ ആൻഡ് ഫോർ കൺട്രോളിങ് ദി ഓപ്പറേഷൻസ് ഓഫ് ദി ആഡർ ആൻഡ് ലോജിക് സർക്യൂട്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഓൾറെഡി ഒരു കൺട്രോൾ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ ഗേറ്റിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ ആഡർ ആൻഡ് ലോജിക് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഔട്ട്പുട്ട് നമ്മൾ ലോഡ് സിഗ്നലായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ ലോഡിനെയാണ് നമ്മൾ LD എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലോഡ് കഴിഞ്ഞ അടുത്തത് ഏതാണ്? ഇൻക്രിമെൻറ്റ്. ഇൻക്രിമെൻറ്റിനെയാണ് നമ്മൾ INR എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. INR ഈസ് നത്തിങ് ബട്ട് ഇൻക്രിമെൻറ്റ്. വൺ മോർ സിഗ്നൽ ദാറ്റ് ഈസ് കോൾഡ് ക്ലിയർ സിഗ്നൽ. CLR സ്റ്റാൻഡ്സ് ഫോർ ക്ലിയർ സിഗ്നൽ. അപ്പോൾ ഇങ്ങനെയാണ് ജനറലി ഒരു അക്യുമുലേറ്റർ രജിസ്റ്ററിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഈ സ്ട്രക്ചർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് അല്ലേ. യെസ്. ഇൻ ഓർഡർ ടു ഡിസൈൻ ദി ലോജിക് അസോസിയേറ്റഡ് വിത്ത് AC, it is necessary to go over the register transfer statement in the table and extract all the statement that change the content of accumulator. അപ്പോൾ അക്യുമുലേറ്ററെ കുറിച്ച് ബ്രീഫായിട്ട് പഠിക്കാം. എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഒരു അക്യുമുലേറ്റർ രജിസ്റ്ററിന് ചെയ്യാൻ സാധിക്കുക, അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണേ. യെസ്. അപ്പോൾ ഇതാണ് കൺട്രോൾ ഓഫ് അക്യുമുലേറ്റർ രജിസ്റ്റർ. അപ്പോൾ ഈ കൺട്രോൾ ഓഫ് അക്യുമുലേറ്റർ രജിസ്റ്ററിൽ ഞാൻ വ്യത്യസ്ത തരം 8 ആൻഡ് ഗേറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗേറ്റിലേക്ക് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമുക്കിവിടെ പെർഫോം ചെയ്യാൻ പറ്റുക. അപ്പോൾ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് നമുക്ക് ഈ ഒരു ഗേറ്റിൻ്റെ ഔട്ട്പുട്ടായിട്ടുള്ള സിഗ്നൽ, ഇതാണ് നമ്മൾ ലോഡ് സിഗ്നൽ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഒരു ഇൻപുട്ട് വരുന്നത് INR ഇൻക്രിമെൻ്റ് ആണ്. നിങ്ങൾ കണ്ടോ, ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ക്ലിയർ ആണ്. യെസ്. അപ്പോൾ ഈ ലോഡ് സിഗ്നൽസ് നമുക്ക് വളരെ വ്യക്തമായിട്ടൊന്ന് പറയാം. ഏതൊക്കെയാണ് ലോഡ് സിഗ്നൽസ് എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഫസ്റ്റ്
നമ്മളിവിടുത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സെഷൻ കണ്ടോ, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് D0 × T5 ആണ്. D0 × T5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കൺട്രോൾ ഓപ്പറേഷനാണ്. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും ഡാറ്റ രജിസ്റ്ററിലെ കണ്ടൻറ്റും കൂടി എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ നടക്കുന്ന ഇനീഷ്യൽ ഓപ്പറേഷൻ എന്താണ്, ആൻഡ് വിത്ത് ഡാറ്റ രജിസ്റ്റർ. ഡാറ്റ രജിസ്റ്ററിലെ ഇൻഫർമേഷനായിട്ട് ആഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ഒരു കൺട്രോൾ രജിസ്റ്റർ ചെയ്യുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? ദിസ് ഇസ് മാർക്ക്ഡ് ആസ് D0 × T5. ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ നിങ്ങൾ നോക്കിയേ. നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് കാണാം. കണ്ടോ, ഞാനിവിടെ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇൻപുട്ട് D1 ആണ്, ഒരു ഇൻപുട്ട് T5 ആണ്. ഈ D1 ഉം T5 ഉം എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു നമുക്കിവിടെ നോക്കിയാൽ കാണാം. അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും ഡാറ്റ രജിസ്റ്ററിലെ കണ്ടൻറ്റും തമ്മിൽ ഓർ ചെയ്തിട്ട് ആ റിസൾട്ട് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. അല്ലെങ്കിൽ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും ഡാറ്റ രജിസ്റ്ററിലെ കണ്ടൻറ്റും തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് സെറ്റ് ഓഫ് കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് D1 × T5. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ അടുത്ത കേസ് എന്ന് പറയുന്നത്, അടുത്ത കേസ് ഏതാണ്, ദിസ് വൺ D2 × T5. കണ്ടോ, D2 × T5. അപ്പോൾ എന്താണ് D2 × T5? D2 × T5 നമുക്കിവിടെ കിട്ടുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓപ്പറേഷനാണ്. അതായത് ഡാറ്റ രജിസ്റ്ററിലെ കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ആവും, അല്ലേ? ട്രാൻസ്ഫർ ഫ്രം ഡാറ്റ രജിസ്റ്റർ. ഇതാണ് നമ്മളെ നെക്സ്റ്റ് കൺട്രോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് D2 × T5. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, അടുത്തതാണ് INPR എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലേ? INPR എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് രജിസ്റ്ററാണ്. അപ്പോൾ അടുത്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ PB11. ഒരു ഇൻപുട്ട് P ഇൻപുട്ടും ഒരു ഇൻപുട്ട് B11ഉം. അപ്പോൾ PB11 എന്താണ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ഫ്രം ഇൻപുട്ട് രജിസ്റ്റർ. നേരത്തെ ഡാറ്റ രജിസ്റ്റർ ആയിരുന്നു, ഇവിടെ നമ്മൾ എടുക്കുന്ന ഇൻപുട്ട് രജിസ്റ്ററാണ്. അപ്പോൾ ഇൻപുട്ട് രജിസ്റ്ററിലെ കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡാറ്റ രജിസ്റ്റർ എന്നുള്ളത് 16 ഇൻപുട്ടുകളും ഇൻപുട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ 8 ബിറ്റുകളാണ് വരിക. അപ്പോൾ ഈ ഇൻപുട്ട് രജിസ്റ്ററിലെ കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോർത്ത് കൺട്രോൾ ഓപ്പറേഷൻ. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് PB11. ഇനി നിങ്ങൾ നോക്കൂ, അടുത്തൊരു ഓപ്പറേഷൻ നമുക്കിവിടെ പറയാനുള്ളത് ഇതാണ്. യെസ്, വാട്ട് ഈസ് ദിസ് ഫംഗ്ഷൻ? R ആണ് ഒരു ഇൻപുട്ട്, B9 ആണ് ഒരു ഇൻപുട്ട്. R ഉം B9 കൂടി നമ്മൾ ഒരു കൺട്രോൾ ഓപ്പറേഷനായിട്ട് പറയുകയാണെങ്കിൽ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റിലേക്ക് അക്യുമുലേറ്ററിൻ്റെ കോംപ്ലിമെൻറ്റ് ട്രാൻസ്ഫർ ആവും. അതായത് എന്താണ്, അക്യുമുലേറ്ററിൽ എന്താണോ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് നേരെ ഇൻവേഴ്സ് ആക്കും, ആ കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ ആക്ച്വലി നടക്കുന്ന ഓപ്പറേഷൻ എന്താണ്, കോംപ്ലിമെൻറ്റ് ഓപ്പറേഷനാണ്. കോംപ്ലിമെൻറ്റ് എന്താണ്, കോംപ്ലിമെൻ്റ് എന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും? യെസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് കൺട്രോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് RB7 ആണ്. ഇതിൻ്റെ ഒരു ഇൻപുട്ട് R ആണ്, ഒരു ഇൻപുട്ട് B7 ആണ്. ഇവിടെ സ്പെസിഫിക് ആയിട്ട് തന്നെ എന്ത് ഇൻസ്ട്രക്ഷനാണെന്ന് കൊടുത്തിട്ടുണ്ട്, ദിസ് ഇസ് ടേംഡ് ആസ് SHR. വാട്ട് ഈസ് SHR? SHR സ്റ്റാൻഡ് ഫോർ ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ. ഷിഫ്റ്റ് റൈറ്റ് ആണ് RB7. അതായത് അക്യുമുലേറ്ററിലേക്ക് നമ്മൾ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റിനെ ഷിഫ്റ്റ് റൈറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്തു, അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തു, അല്ലേ? അപ്പോൾ നമുക്ക് റൈറ്റിലേക്കാണ് ആക്ച്വലി ഇവിടെ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് ഇത് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയാം, ഷിഫ്റ്റ് റൈറ്റ് എന്ന് പറയാം. ദിസ് ഇസ് RB7. അടുത്ത ഇൻസ്ട്രക്ഷൻ നോക്കിയേ, ദിസ് ഇസ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ദിസ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് SHL. ഇതിൽ ഒരു ഇൻപുട്ട് R ആണ്, ഒരു ഇൻപുട്ട് B6 ആണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താ, R × B6. ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. അതായത് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റിനെ ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്തിട്ട് ആ കണ്ടൻറ്റിനെ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് തന്നെ മൂവ് ചെയ്തു. അപ്പോൾ നേരത്തെ നടന്ന ഷിഫ്റ്റ് റൈറ്റും ഇവിടെ നടക്കുന്ന ഷിഫ്റ്റ് ലെഫ്റ്റ് ഇൻസ്ട്രക്ഷനുമാണ്. ഇനി അടുത്ത് നമുക്കിവിടെ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത് R × B11 എന്നുള്ള ഫംഗ്ഷനാണ്. നിങ്ങൾ കണ്ടോ, R × B11 ഇവിടെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? യെസ്. ഇതിൻ്റെ ഒരു ഇൻപുട്ട് R ആണ്, ഒരു ഇൻപുട്ട് B11 ആണ്. ഇതെന്ത് ഓപ്പറേഷനാണ് ആക്ച്വലി ചെയ്യുന്നത്, ദിസ് ഇസ് ജനറലി പെർഫോം ക്ലിയർ ഓപ്പറേഷൻ. സോ വാട്ട് ഈസ് മീൻ ബൈ ക്ലിയർ ഓപ്പറേഷൻ? ക്ലിയർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ RB11 ആണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അക്യുമുലേറ്ററിലേക്ക് നമ്മൾ 0 ആണ് സ്റ്റോർ ചെയ്യുന്നത്. അക്യുമുലേറ്റർ ക്ലിയർ ചെയ്യുക അല്ല ശരിക്കും സംഭവിക്കുന്നത് 0 ഇത് അക്യുമുലേറ്റർ ക്ലിയർ ആവല്ല ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ദിസ് ഇസ് ടേംഡ് ആസ് ക്ലിയർ ഫംഗ്ഷൻ. വാട്ട് ഈസ് എ ഫൈനൽ ഫംഗ്ഷൻ? ഫൈനൽ ഫംഗ്ഷനായിട്ട് നമ്മളിവിടെ പറയുന്നത് R × B5 എന്നുള്ള ഫംഗ്ഷനാണ്. ഇത് കണ്ടോ, R × B5ൻ്റെ കൂടെ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ. ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അക്യുമുലേറ്ററിൽ ഒരു കണ്ടൻറ് ഉണ്ടാവും, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് നമ്മൾ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് തന്നെ സ്റ്റോർ ചെയ്തു.
അപ്പോൾ ശരിക്കും സംഭവിച്ചെന്താ, ഇൻക്രിമെൻറ്റ് ബൈ 1. അപ്പോൾ ഇത്രയും കൺട്രോൾ ഓപ്പറേഷൻസ് ആണ് നമുക്ക് ഒരു അക്യുമുലേറ്ററിൽ പെർഫോം ചെയ്യാൻ പറ്റുക. അപ്പോൾ അക്യുമുലേറ്ററിൻ്റെ ഡിസൈൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഒരു അക്യുമുലേറ്റർ രജിസ്റ്റർ എന്ന് എഴുതണം. അതുപോലെ തന്നെ അക്യുമുലേറ്ററിൽ പെർഫോം ചെയ്യുന്ന ഈ ആഡർ ആൻഡ് ലോജിക് സർക്യൂട്ടിൻ്റെയും കൺട്രോൾ ഗേറ്റ്സിൻ്റെയും അക്യുമുലേറ്ററിൻ്റെയും ഫംഗ്ഷൻ എഴുതണം. ഇതിൽ ഈ കൺട്രോൾ ഗേറ്റുകളെ ബ്രീഫായിട്ട് നിങ്ങൾ ഈ ഒരു ഫിഗർ വഴി ഔട്ട്ലൈൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അക്യുമുലേറ്റർ രജിസ്റ്ററിൻ്റെ ഡിസൈനിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് അക്യുമുലേറ്റർ രജിസ്റ്റർ കൊടുത്തത് കൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ കോൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. നിങ്ങൾ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞിരിക്കുന്ന ലോജിക്ക്? ഓക്കെ.